പ്രസവം നിർത്തിയതിന് ശേഷം അടുത്ത കുഞ്ഞ് വേണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് 2 തരം ചികിത്സയാണ്. ഒന്ന്, തിരിച്ച് ഓപ്പറേഷൻ ചെയ്യുക, ട്യൂബുകളെ കൂട്ടി യോജിപ്പിക്കുക, അതിനുശേഷം നോർമലായ ഗർഭധാരണത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ഫസ്റ്റ് ചികിത്സ. അല്ലെങ്കിൽ IVF പോലത്തെ സെക്കൻഡ് ചികിത്സ. നമ്മൾ ആദ്യത്തെ ചികിത്സ ട്യൂബ് വീണ്ടും ഒന്നിപ്പിച്ച് അതിലൂടെ പേറ്റൻസി, അതായത് ബീജത്തിന് സഞ്ചരിക്കാനും ഭ്രൂണത്തിന് സഞ്ചരിക്കാനുമുള്ള ക്ഷമത ഉണ്ടാക്കി കൊടുത്താലത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചികിത്സകളൊന്നും ധാരാളമായിട്ട് ആവശ്യമില്ല. അതിലൂടെ ഗർഭം ധരിക്കുകയാണെങ്കിൽ നാച്ചുറലായിട്ട് ഗർഭം ധരിക്കാം. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, ഇപ്പോൾ വീണ്ടും ഒരു കുഞ്ഞും കൂടെ വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനും ഈ ട്യൂബ് തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗർഭധാരണം നിർത്താൻ വേണ്ടിയിട്ട് ട്യൂബ് എന്തുമാത്രം നീക്കം ചെയ്തിട്ടുണ്ട്, ഏത് ടെക്നിക്കിലൂടെയാണ് അത് നീക്കം ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ട്യൂബിൽ എന്തൊക്കെ കേടുപാടുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഈ സർജറിയുടെ സക്സസ് റേറ്റിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വേണ്ടുന്ന പേഷ്യൻസിന് ആദ്യം ഒരു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇവർക്ക് ട്യൂബൽ റീകാനലൈസേഷൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ട്യൂബിന് നീളം വേണ്ടുന്നത്ര വേണം, അതിൻ്റെ ഫിംബ്രിയൽ ഭാഗം, അതായത് അപ്പുറത്തെ അറ്റം മുറിച്ച് മാറ്റിയിട്ടുണ്ടാവാൻ പാടില്ല. ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ട്യൂബൽ റീകാനലൈസേഷൻ സർജറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സർജറി കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ ഡൈ പാസ് ചെയ്തപ്പോൾ ഡൈ നല്ലപോലെ വന്നു, ട്യൂബൽ പേറ്റൻസി സർജിക്കലി അച്ചീവ് ചെയ്തു, എന്നാലും നമ്മൾ എത്ര കാലം വെയിറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒരു 6 months to 1 year പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി, സർജറി കഴിഞ്ഞതിന് ശേഷം 6 മാസം മുതൽ 1 വർഷം വരെ വെയിറ്റ് ചെയ്തതിന് ശേഷവും നമുക്ക് ഗർഭധാരണം നടക്കുന്നില്ല എങ്കിൽ നമ്മൾ അടുത്ത ഘട്ട ചികിത്സയായ IVFലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് ഡയറക്റ്റായിട്ട് IVF വേണ്ടത്? പ്രായം ഒരു 35 വയസ്സിന് മീതെയുള്ള സ്ത്രീകൾ, പ്രായം കുറവാണെങ്കിൽ അണ്ഡാശയത്തിൽ അണ്ഡത്തിൻ്റെ നിരക്ക് അറിയുന്ന ഹോർമോണായ AMH കുറവുള്ള സ്ത്രീകൾ, അസോസിയേറ്റഡ് ആയിട്ട് ഒരു പുരുഷവന്ധ്യതയും കൂടെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ റീകാനലൈസേഷൻ സർജറി ചെയ്യാൻ പറ്റാത്തവർ, റീകാനലൈസേഷൻ ചെയ്തിട്ടും 1 വർഷത്തിനുള്ളിൽ ഗർഭധാരണം കിട്ടാത്ത ആൾക്കാർ, ഇത്രയും ആളുകൾ IVF ചികിത്സയിലൂടെ ഗർഭം ധരിക്കാൻ ട്രൈ ചെയ്യേണ്ടതാണ്.